തെരച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര പേർ മണ്ണിനടിയിലായിരിക്കുന്നു എന്നൊന്നും തന്നെ ഇതുവരെ നിശ്ചയിക്കാനായിട്ടില്ല. രക്ഷാ ദൗത്യത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ കനത്ത മഴ അവിടെ തുടരുന്നുണ്ട്. സൈന്യത്തിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ രക്ഷാ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആണ് അവിടെ നടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം MG മനോജ് കൂടി ചേരുകയാണ്. ക്യുസാറ്റിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ശ്രീ MG മനോജ്, ഭീതിതമായ ദൃശ്യങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നത്. അവിടെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ പതിവുള്ളതാണ് എങ്കിൽ പോലും അതിൽ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിനാണ് ഉത്തരാഖണ്ഡ് ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, സാധ്യതകൾ എന്നാണ് താങ്കൾ കരുതുന്നത്? വളരെ ഭീതിതമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായ മഴ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു ക്ലൗഡ് ബേസ്റ്റ് അഥവാ മേഘവിസ്ഫോടനമാണ് ഇത്തരത്തിൽ ഈ ഗീർ ഗംഗാ നദിയുടെ അത് അമിതമായി വെള്ളം ശേഖരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലാഷ് ഫ്ലഡ് അല്ലെങ്കിൽ മിന്നൽ പ്രളയത്തിലേക്ക് നയിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ഉത്തരാഖണ്ഡ് ഇത്രയധികം ഒരു വലിയ ഹോട്ട്സ്പോട്ട് ആവുന്നത് എന്നുള്ളതിന് 2-3 പശ്ചാത്തലങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം ഇപ്പോൾ മൺസൂൺ മഴമേഘങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഉത്തരാഖണ്ഡിനടുത്തായിട്ടാണ്, നമ്മുടെ ഹിമാലയൻ ഫുഡ് ഹിൽസിനടുത്തായിട്ടാണ്. അപ്പോൾ വളരെയധികം നീരാവി നിറഞ്ഞിട്ടുള്ള ഈർപ്പസമ്പുഷ്ടമായ വായുവിനെ മൺസൂൺ കാറ്റ് വഹിച്ചുകൊണ്ട് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഈ വളരെയധികം പർവ്വത നിരകളുള്ള ഒരു പ്രദേശമാണ് ഉത്തരാഖണ്ഡ്. വളരെയധികം സ്റ്റീപ്പായിട്ടുള്ള കുന്നുകളാണുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മോയ്സ്ചർ അവിടെ കേന്ദ്രീകരിക്കപ്പെടുകയും നമുക്കറിയാം ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റത്തായതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അഥവാ പടിഞ്ഞാറൻ ക്ഷോഭം എന്ന് പറയുന്ന തണുത്ത കാറ്റ്, ഏതാണ്ട് മിഡിൽ ആറ്റിറ്റ്യൂഡിലൂടെ വരുന്ന കാറ്റാണ്. ആ കാറ്റ് പൊതുവിൽ തണുത്ത കാറ്റാണ്. അപ്പോൾ ആ തണുത്ത കാറ്റും മൺസൂൺ അറബിക്കടലിൽ നിന്ന് വരുന്ന ഈ ഈർപ്പസമ്പുഷ്ടമായ ചൂട് കാറ്റും കൂടി മിക്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള വളരെയധികം ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ള ഒരു ടോപ്പോഗ്രഫി, ആ കുന്നിന്റെ സാന്നിധ്യം കൊണ്ട് ഇത്തരത്തിൽ അമിതമായി ഈർപ്പം അവിടെ കേന്ദ്രീകരിക്കപ്പെടുകയും ആ ഈർപ്പം വളരെ പെട്ടെന്ന് മുകളിലേക്ക് ഉയരുകയും ചെയ്യും. കാരണം ഈ ഫ്ലോയെ തടഞ്ഞു നിർത്തുന്നതാണ് കുന്നുകൾ. അപ്പൊ ഈ കുന്നിന്റെ ചെരുവുകളിലൂടെ ഈ ഈർപ്പം അതിശക്തമായി മുകളിലേക്ക് ഉയരുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈ ഈർപ്പം പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തണുക്കുകയും അത് മഴമേഘങ്ങളായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുക. അവിടെ ചിലപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ കിട്ടിയിട്ടില്ല എങ്കിൽ കൂടിയും ഒരു ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന മേഘവിസ്ഫോടനത്തിന് സമാനമായിട്ടുള്ള കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകണമെങ്കിൽ 10-14 കിലോമീറ്റർ ഉയരം വരെയുള്ള വലിയ ജലബോംബുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള വലിയ ഭീമാകാരമായിട്ടുള്ള മഴമേഘങ്ങളാണ് ഉണ്ടാകുന്നത്. ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 10 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചതുരശ്ര മീറ്ററിൽ ഏതാണ്ട് 100 ലിറ്റർ വെള്ളമാണ് അടിഞ്ഞുകൂടുന്നത്. പക്ഷേ അത് ഈ സ്റ്റീപ്പ് ടോപ്പോഗ്രഫി ഉള്ളത് കൊണ്ട് തന്നെ സംഭവിക്കുന്നത് ഈ വെള്ളമെല്ലാം കൂടി ഏതെങ്കിലും ഒഴുകി ഒരു പ്രദേശത്ത് കേന്ദ്രീകരിക്കപ്പെടുകയും അതിന് ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറം വെള്ളം സംഭരിക്കപ്പെടുമ്പോൾ അത് പൊട്ടി വരികയാണ് ചെയ്യുന്നത്. ഇത് കാലാവസ്ഥാപരമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. മറ്റൊന്ന്, ഉത്തരാഖണ്ഡിന്റെ ചെരുവ് തന്നെയാണ് പ്രധാനം. നമുക്കറിയാം 1980-കൾ മുതൽ നിരവധി ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണ് ഉത്തരാഖണ്ഡ്. അത്തരത്തിൽ ഭൂചലനം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഭൂമിയുടെ ഈ ശിലാപാളികൾ വളരെയധികം അസ്ഥിരമാവുകയും ചെറിയൊരു ട്രിഗറിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം കൂടി ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള ഈ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിരവധി ക്ഷേത്രങ്ങളും ടൂറിസ്റ്റ് ആത്മീയ കേന്ദ്രങ്ങളുമുണ്ട്. അതിന്റെ ഭാഗമായി ഒരുപാട് ഈ ടൂറിസം വികസിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ പ്രകൃതിയുടെ മേലെ കയറ്റം നടത്തിയിട്ടുണ്ട്. കുന്നിന്റെ ചെരുവുകൾ പരിശോധിക്കാതെ അവിടെ ഒരുപാട് ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒക്കെ പണിയുകയും അതോടൊപ്പം തന്നെ ഭൂവൽക്കം കൊണ്ട് ഇതിന്റെ പാളികളൊക്കെ ഇളകിയിരിക്കുകയും ഈ ആഗോളതാപനത്തിന്റെ ഭാഗമായി ഇതുപോലെയുള്ള അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിന്റെ 3 എണ്ണത്തിന്റെയും കൂടി ഒരു സംയുക്ത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഫ്ലാഷ് ഫ്ലഡും അതുപോലെ ഉരുൾപൊട്ടലും. 2013 ജൂൺ മാസത്തിലും ഇതുപോലെ ഉത്തരാഖണ്ഡിൽ നടക്കുന്നുണ്ടായി. 2023 ജൂൺ മാസത്തിലുണ്ടായി. അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും അതോടൊപ്പം തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ദുർബലതയുടെയും സങ്കര ഫലമാണ് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ എനിക്ക് മനസ്സിലാക്കുന്നത്. ഡാറ്റ കൂടുതലായി പരിശോധിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം ഇപ്പോഴിതാണ്. ശരി, വളരെ നന്ദി
ശ്രീ MG മനോജ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഉത്തരാഖണ്ഡ് വളരെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉള്ള ഒരു മേഖല കൂടിയാണ്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ബഹുനില കെട്ടിടങ്ങളാണ് ഏറെയും അവിടെയുള്ളത്. ഈ വലിയ ജലപ്രവാഹം ഉണ്ടാകുന്നതിൻ്റെ ഇടങ്ങളിലൊക്കെ ബഹുനില കെട്ടിടങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ അതിനെയൊക്കെ തുളച്ചു നീക്കിയിരിക്കുകയാണ് പ്രളയജലം. 2 ഇടത്ത് മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഒന്ന് ധരാലി ഗ്രാമത്തിലാണ്, മറ്റൊന്ന് സുഖി മേഖലയിലും മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. ഗതാഗതം തടസ്സപ്പെടുന്ന തരത്തിൽ പലയിടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പോയ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. ഇത് രക്ഷാദൗത്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.